പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം നൽകുന്ന AAP കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ടാണ് AAP സഖ്യം വിട്ടിരിക്കുന്നത്. കോൺഗ്രസ് BJPയുമായി രഹസ്യമായി ബന്ധം പുലർത്തുകയാണെന്നും രണ്ടു പാർട്ടികളും തമ്മിൽ അഴിമതിയുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്നും AAP പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഇന്ത്യ സഖ്യം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി മാത്രം രൂപീകരിച്ചതാണെന്നും അതിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചുവെന്നും AAP പ്രസ്താവനയിൽ പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് 240 സീറ്റുകൾ നേടാൻ സാധിച്ചു. ഇത് പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. അതിൽ തങ്ങൾക്കും നിർണായകമായ പങ്കുണ്ടെന്നും AAP വാദിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ദുർബലമായ രാഷ്ട്രീയം BJPയെ ശക്തിപ്പെടുത്തുകയും BJPയുടെ ഭരണം കോൺഗ്രസിന്റെ അഴിമതിയെ മറയ്ക്കുകയും ചെയ്യുന്നുവെന്ന് AAPയുടെ മീഡിയ ഇൻചാർജ് ദിനേശ് ധൻധരും ആരോപിച്ചിരുന്നു. പരസ്പരം ഗുണം ചെയ്യുന്ന ഒരു രഹസ്യബന്ധം BJPയും കോൺഗ്രസും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ഇരു പാർട്ടികളും പരസ്പരം ശക്തിപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് അതീവ ദുർബലമാണെന്നും അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥ സഖ്യം BJPയും കോൺഗ്രസും തമ്മിലുള്ളതാണ്. മോദിക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പകരമായി ഗാന്ധി കുടുംബത്തെ ജയിലിൽ പോകുന്നതിൽ നിന്ന് മോദി രക്ഷിക്കുന്നു. സ്കൂളുകൾ, ആശുപത്രികൾ, വൈദ്യുതി, വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ നാട്ടുകാർക്ക് ഒരുക്കുന്നതിൽ ഇരുവർക്കും താല്പര്യമില്ല എന്ന് അനുരാഗ് ധണ്ട എക്സിൽ കുറിച്ചു. വരാനിരിക്കുന്ന ബീഹാർ തിരഞ്ഞെടുപ്പിൽ തനിച്ച് മത്സരിക്കുമെന്നും AAP വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായി തുടരുന്നതിനു പകരം AAP സ്വന്തം ശക്തിയിൽ തിരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഈ തീരുമാനം 2024 തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലും പഞ്ചാബിലും കോൺഗ്രസുമായുള്ള സഖ്യം നിരാശാജനകമായ ഫലങ്ങൾ നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണെന്നും പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. 2024 ജൂണിൽ തന്നെ അന്നത്തെ AAP മന്ത്രി ഗോപാൽ റായ് കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിച്ചുവെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെ 16 പ്രതിപക്ഷ പാർട്ടികൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിരുന്നു. ഇതിൽ ഒപ്പിടാതിരുന്ന AAP സമാനമായ ആവശ്യം പ്രത്യേകമായി ഉന്നയിച്ചു. ഇതോടെ തന്നെ സഖ്യത്തിലെ പ്രശ്നങ്ങൾ മറനീക്കി പുറത്തു വന്നിരുന്നു. സഖ്യത്തിനുള്ളിൽ കോൺഗ്രസും AAPയും തമ്മിൽ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നിലനിന്നിരുന്നു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലും പഞ്ചാബിലും AAPയും കോൺഗ്രസും തമ്മിൽ സീറ്റ് വിഭജനം നടത്തിയിരുന്നുവെങ്കിലും സഖ്യം വിജയകരമായിരുന്നില്ല. ഡൽഹിയിൽ BJP മുഴുവൻ സീറ്റിലും വിജയിച്ചപ്പോൾ പഞ്ചാബിൽ കോൺഗ്രസ് 7 സീറ്റിലും AAP 3 സീറ്റിലുമായിരുന്നു വിജയിച്ചത്. എന്നാൽ തൊട്ടു പിന്നാലെ നടന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും ഒറ്റയ്ക്ക് മത്സരിക്കുകയും BJP രാജ്യ തലസ്ഥാനത്ത് ഭരണം നേടുകയും ചെയ്തു. അതേസമയം ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ച വെടിനിർത്തൽ കരാറിലെത്താൻ US സമ്മർദ്ദമാണെന്ന രാഹുൽ ഗാന്ധിയുടെ വാദം വിവാദമായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ മോദി കീഴടങ്ങിയെന്ന് ആരോപിക്കുന്ന രാഹുലിന്റെ പ്രസ്താവനയാണ് വിവാദമായിരിക്കുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ BJP ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കടുത്ത ഭാഷയിലാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ പരിഹസിച്ചത്. ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിന് മുൻപിൽ മോദി കീഴടങ്ങിയെന്നാണ് രാഹുലിന്റെ പ്രധാന ആരോപണം. സമ്മർദ്ദത്തിന് മുന്നിൽ BJPയും RSSും വഴങ്ങുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിട്ടുണ്ട്. എനിക്ക് BJP RSS നേതാക്കളെ നന്നായിട്ടറിയാം. ആരെങ്കിലും ഒരു ചെറിയ സമ്മർദ്ദം ചെലുത്തുകയും അതുപോലെ കടുപ്പിച്ച് പെരുമാറുകയും ചെയ്താൽ പോലും അവർ ഭയന്ന് ഓടിപ്പോകുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെടെ കേന്ദ്രത്തിനും മോദിക്കുമെതിരെ കടുത്ത നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത്.